ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രിയാൽ. ഐ എം കാവ്യ. അപ്പം HSST ഇക്കണോമിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് ആയിട്ട് ടോപ്പിക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹോട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇനിയുള്ള സെഷനിലും ചെയ്യുന്നത്. 5 ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് PYQs. സോ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൽഫെയർ ക്രൈറ്റീരിയ, വെൽഫെയർ എക്കണോമിക്സ് അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക് അല്ല, നമ്മുടെ പ്രാഗ്മാറ്റിക്. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അത് കണ്ടിട്ട് അതിനുശേഷം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ബേസിക്കലി പറയുന്നത്, നമ്മുടെ വെൽഫെയർ ക്രൈറ്റീരിയയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ വെൽഫെയർ ക്രൈറ്റീരിയ പ്രപ്പോസ്ഡ് ബൈ ബർഗൻസൺ ആൻഡ് സാമുവൽസൺ. കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, കാർഡിനലിസ്റ്റ് ക്രൈറ്റീരിയൻ, GNP ക്രൈറ്റീരിയൻ. അപ്പൊ എന്താ ഇവിടെ പറയണേ, ബർഗൻസൺ സാമുവൽസൺ തിയറം, BS തിയറം എന്ന് പറയാറുണ്ട്. ഇതിന് നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്നും പറയും. അതായത് നമ്മുടെ സമൂഹത്തിന് ഒരു ബെനിഫിറ്റ് കൊടുക്കുക, വെൽഫെയർ ഒറിജിനേഷൻ കൊടുക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റിയുടെ ഒരു സമ്മേഷനെയാണ് എന്തായി പറയുന്നത്, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികൾ കമ്പൈൻ ചെയ്തതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ആ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും സാറ്റിസ്ഫൈഡ് ആവുക, ഓരോ വ്യക്തികളുടെയും വെൽഫെയർ ഒറിജിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താ, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസിന്റെ ഒരു സമ്മേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ പ്രിഫറൻസുകളുടെ ഒരു അറ്റയറൻസ് അല്ലെങ്കിൽ ക്ലബിംഗ് ആണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പുവറർ പീപ്പിൾ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കോണമീനെ നമുക്ക് 3 തട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൾണറബിൾ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ളവരുണ്ട്, മിഡിൽ ആയിട്ടുള്ളവരുണ്ട്, റിച്ച് ആയിട്ടുള്ളവരുണ്ട് അല്ലെ. സോ ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട്. ഇവരെല്ലാം കൃത്യമായിട്ട് ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്താണ്, ഇപ്പൊ പുവർ പീപ്പിൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പീപ്പിളിന്റെ ആവശ്യമല്ല ഒരിക്കലും റിച്ചർ സെക്ഷന് വരുന്നത്. ഇറ്റ് ഡിഫേഴ്സ് അല്ലെ. സോ എങ്ങനെയാണ് അതിന്റെ ആവശ്യങ്ങൾ വരുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. ഇത് തന്നെയാണ് ബേസിക്കലി എന്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ചർച്ച ചെയ്യുന്നത്. സോ ബർഗൻസൺ സാമുവൽസന്റെ തിയറി എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണ്, ഓഫ് കോഴ്സ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അല്ലെ. അതായത് നമുക്ക് എങ്ങനെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ഇത് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോഷ്യൽ വെൽഫെയർ ഇസ് മാക്സിമൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് ദ എൻവലപ്പ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ വിത്ത് ദ ഹയസ്റ്റ് പോസിബിൾ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്. എന്താ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി അല്ലെ. നമ്മളൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വളരെ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കമോഡിറ്റിക്ക് എന്തുണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്. അതെന്തിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, യൂട്ടിൽസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും അതേപോലെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവും രണ്ടും കൂടെ മാച്ച് ചെയ്ത് വരുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. പോയിന്റ് ഓഫ് ബ്ലസ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് കർവ്സ് അല്ലെ. പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. എന്താ റൈറ്റ് ആൻസർ, പോയിന്റ് ഓഫ് ബ്ലിസ് ആണ്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ വരുന്നത്. സോ പോയിന്റ് ഓഫ് ബ്ലിസിന് നമുക്ക് സാറ്റീഷൻ പോയിന്റ് എന്നും പറയാം. അതായത് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ലഭിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തായി പറയുന്ന പോയിന്റ് ഓഫ് ബ്ലിസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നു, ആ ഡ്രസ്സ് വാങ്ങണം എന്നുള്ളത് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ നെക്സ്റ്റ് മന്ത് എനിക്ക് സാലറി കിട്ടി, ഞാൻ പോയി ആ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ നോർമലി എൻ്റെ മനസ്സിൽ എന്താ, ഐ മീൻ എ സാറ്റിസ്ഫൈഡ് പൊസിഷൻ. കാരണം ഞാൻ വളരെയധികം ഹാപ്പിയാണ്, ഒരു ബ്ലിസ് സിറ്റുവേഷനിലാ. കാരണം എന്താ, എനിക്ക്
ഞാൻ ആഗ്രഹിച്ചൊരു കമോഡിറ്റി നേടാനായി സാധിച്ചിരിക്കുന്നു. വിച്ച് മീൻസ് ഞാൻ വളരെയധികം ഒരു ലോട്ടറി അടിച്ച സന്തോഷം എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും മീതേക്ക് നമുക്ക് ഒരു ഹാപ്പിനെസ്സും കിട്ടാനില്ല. കാരണം നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം പീക്ക് അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇതിനപ്പുറം എനിക്ക് വേറെ ഒരു കമോഡിറ്റിയും കിട്ടാനില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇവിടെ എന്താ വെച്ചാ പ്രൈസ്, പേഴ്സണൽ പ്രിഫറൻസസ് ഇതൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേക്കാം, എനിക്ക് ബ്ലിസ് കിട്ടിയേക്കാം. സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയാം അല്ലെ, ബ്ലിസ് കിട്ടിയേക്കാം. പക്ഷെ വേറൊരാൾക്ക് ചിലപ്പോൾ ആ ഡ്രസ്സ് ഇഷ്ടാവണമെന്നില്ല. സോ ഓരോ വ്യക്തികളുടെയും പ്രൈസ്, അതുപോലെ ഓരോ വ്യക്തികളുടെയും പ്രിഫറൻസ് അനുസരിച്ച് എന്ത് സംഭവിക്കാം, നമ്മൾ ചൂസ് ചെയ്യുന്ന കമോഡിറ്റിയിലും ചേഞ്ചസ് വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്റ്റാക്കൽബർഗ് ഡിയോപ്പൊളി മോഡൽസ് മാർക്കറ്റ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെ ഇംപെർഫെക്റ്റില് മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി. പിന്നെ ഇപ്പൊ ചോദിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് ഡിയോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. കോർണോട്ട് ഇക്വിലിബ്രിയം ചോദിക്കാറുണ്ട്, നാഷ് ഇക്വിലിബ്രിയം ചോദിക്കാറുണ്ട്, ബർട്രൻഡ്, ചാമ്പർലിന്, സ്റ്റാക്കൽബർഗ്. ഇത്രയും PSCയുടെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അതുകൊണ്ട് അതൊന്ന് നോക്കണം, പഠിക്കണം. കാരണം പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വാസ്റ്റായി പഠിക്കരുത്. അത് തന്നെയാണ് എൻട്രിയും അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പോയിന്റുകൾ മാത്രം എഴുതി പഠിക്കുക. കൊർണോട്ടിന്റെ ആണെങ്കിൽ 2/3, 1/3 എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്നത് sophisticated diopolars do not incorporate the reaction curve of its rival in its own profit function. ഇവിടെ വരുന്ന നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? The sophisticated diopolars do not determine the reaction curve of its rivals. One diopolars is sufficiently sophisticated to recognize that its competitor acts on the Carnot assumption, none of the above. So സ്റ്റാക്കൽബർഗിന്റെ പെർസെപ്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഇവിടെ സി ആണ് അല്ലെ. One diopolars is sufficiently sophisticated to recognize that its competitor acts on the Carnot assumption. Carnot മോഡൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ Carnot മോഡലില് നമുക്കൊരു കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ ആസ് എൻ ഓൺടർപ്രീനർ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് വരൂലേ മാർക്കറ്റില്. സോ ഹൗ മൈ കോമ്പറ്റേറ്റർ ഇസ് ബിഹേവിങ്, അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അത് പെർസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏത്, നമ്മുടെ സ്റ്റാക്കൽബർഗ് മോഡൽ. സ്റ്റാക്കൽബർഗ് ഡിയോപ്പൊളി മോഡൽ എന്ന് പറയുന്ന ഒരു ഗെയിം തിയറി മോഡൽ ആയിട്ടാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. ഇവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പെർട്ടിക്കുലർ ഫേം അവരുടെ ഔട്ട്പുട്ട് ഡിസിഷനെ കുറിച്ച് തീരുമാനിക്കുന്നു. അതർ ഫേം എന്ത് ചെയ്യുന്നു? ഇത് ഒബ്സർവ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, ഇവരുടെ ഔട്ട്പുട്ട് നൊട്ടേഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അവര് ഒബ്സർവ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ 2 ഫേം ഉണ്ട്, എ ബി പറയുന്ന 2 ഫേം ഉണ്ടെങ്കിൽ എ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബി ഉടനെ തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യല്ല, മറിച്ച് എന്താ ചെയ്യുന്നത്? ബി ഒബ്സർവ്, ബി നോക്കും എന്താ അവിടെ ചേഞ്ച് വരുന്നത്, എന്താ അവിടെ അവര് പുതിയതായി കൊണ്ടുവരുന്നത്. സോ ദേ വിൽ ബി ഒബ്സർവിങ് ആൻഡ് ദെൻ പ്രൊഡ്യൂസിങ്. കാരണം രണ്ടുപേരും കോമ്പറ്റേറ്റേഴ്സ് ആണ്. ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ കമോഡിറ്റിയെ രണ്ടാമതാളും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് വോണ്ട് മീൻ എനിത്തിങ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇവിടെ എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇറക്കുന്നുണ്ടെങ്കിൽ ബി പറയുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അതർ കമ്പനി എന്ത് ചെയ്യും? എ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നേ, എങ്ങനെയാ, എന്തെല്ലാം അവർക്ക് പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും ബി എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഗെയിമാണ്. കൊർണോട്ട് മോഡൽ പോലെയല്ല, ഇതൊരു സീക്വൻഷ്യൽ ഗെയിമാണ്. അവരൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നു. നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ ഇവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ വേറെ പ്രൊഡക്റ്റ് കൊണ്ടുവരും. സോ കോമ്പറ്റീഷൻ ഓഫ് കോഴ്സ് നമ്മളുടെ എക്കോണമി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? കോമ്പറ്റീഷൻ ആണ്. സോ ഇവിടെ കോമ്പറ്റേറ്ററിന്റെ ബിഹേവിയർ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ടൻസ് കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following statement is bar are correct in case of? Yes, first one, returns to scale is only one part of the economies of scale. Returns to scale are technical. Returns or the term returns to scale plus monetary economies included in economies of scale. Economies of scale എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ പറയും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഷോസ് the technical relationship between
ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഹൗ ഷുഡ് ദ റിലേഷൻഷിപ്പ് ബി, അവിടെ വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ടാണോ ആക്റ്റീവ് ആയിട്ടാണോ റിലേഷൻഷിപ്പ് വരുന്നത്? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മാറ്റർ. സോ ഈ റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, പക്ഷെ ഔട്ട്പുട്ടിൽ ഗണ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വളരെ വലിയ രീതിയിലുള്ള ഒരു ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, റോങ് ആയിട്ടുള്ളത് ഏതാണ് മുതലായ ചോദ്യങ്ങൾ വരാറുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ is only one part is of only one part of economies of scale. റിട്ടേൺസ് ടു സ്കെയിൽ ആ ടെക്നിക്കൽ, ഓഫ് കോഴ്സ് അല്ലെ, ടെക്നിക്കൽ തന്നെയാണ് എന്ത് നമ്മുടെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ റിട്ടേൺസ് ടു സ്കെയിൽ പ്ലസ് മോണിറ്ററി എക്കണോമീസ് ഇൻക്ലൂഡ്സ് ഇൻ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. റൈറ്റ് ആണ് അല്ലെ. നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ വെറും ഇൻപുട്ട് ഔട്ട്പുട്ട് കോംബോ മാത്രമല്ല നമ്മൾ കണക്കിലെടുക്കുന്നത്, മറിച്ച് നമുക്ക് ടോട്ടാലിറ്റി വേണം, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ വേണം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിസണേഴ്സ് ഡിലേമ, ഗെയിം നാഷ് ആ ഏരിയയിൽ വരുന്നത് അല്ലെ. പ്രിസണേഴ്സ് ഡിലേമ occurs in most cases of variable sum games of the maxi, min and mini mix behavior leads to. Option A, rivals to optimal solution, situations better than they need be, rival to suboptimal solution, none of the above. So ഇവിടെ എന്താണ് റൈറ്റ് ആൻസർ ആയി വരുന്നത്? കാലാകാലങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റൈവൽ ടു സബ് ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണ് അല്ലെ. പ്രിസണേഴ്സ് ഡിലേമ പറയുന്നത് എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഗെയിം തിയറിയുടെ കീഴിൽ വരുന്നതാണ്. ഇവിടെ പറയുന്നത് കോർപ്പറേഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു അച്ചീവ് ഈവൻ വെൻ ഇറ്റ് ഇസ് മ്യൂച്വലി ബെനിഫിഷ്യൽ. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, രണ്ട് കുറ്റവാളികളെ നമ്മൾ പിടിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ രണ്ട് റൂമിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കോൺട്രാഡിക്റ്റ്, ഈവൻ ദോ അവർ എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും കോൺട്രാഡിക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ് ആണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ദൃശ്യം മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. യെസ്, റിയൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവി ഏരിയയിൽ പോലും നമ്മുടെ എക്കണോമിക്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് ചെറിയൊരു സബ്ജക്റ്റ് ഒന്നും അല്ല. അത് പഠിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ടീച്ചേഴ്സും എന്തല്ല, ചെറിയ ആൾക്കാരൊന്നും അല്ല അല്ലെ. യെസ്, അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇൻഡിവിജ്വല് റാഷണാലിറ്റിയോട് കൂടി അല്ലെങ്കിൽ റാഷണൽ ബിഹേവിയർ പൊസസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഹൗ ദേ റീച്ചസ് ദ സബ് ഓപ്റ്റിമൽ ഔട്ട്കം സിറ്റുവേഷൻ എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് റാഷണൽ ഏജൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, അവർക്ക് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണും, അല്ലെങ്കിൽ ബിട്രേഡ് ആവാനുള്ള സിറ്റുവേഷൻസ് കാണും. ചിലപ്പോൾ അവർ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്താൽ പോലും കൺക്ലൂഷനിലേക്ക് എത്താത്തൊരു സിറ്റുവേഷൻസിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഏകദേശം അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം, എന്നിരുന്നാലും രണ്ടുപേരും തമ്മിൽ പറയുന്ന ഉത്തരം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് തോന്നുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട്? കുഴപ്പമില്ല, നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരി വെരി ഹോട്ട് ആയിട്ടുള്ള ആഡഡ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ ചിറക് വെച്ച് പറക്കണം അല്ലെ. ഓക്കെ, അപ്പം എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്